ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു 4:30 ആകുമ്പോഴത്തേക്കും രാവിലെ എണീറ്റ് റെഡിയായി. പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രഭാത ഭക്ഷണം കഴിക്കണം. ജർമ്മനിയിൽ എത്തിയ പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ട്ടാ, മ്യൂസ്ലി. സമയത്ത് സഞ്ജയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാറ്. ഉച്ചത്തേക്കുള്ള കറി ചൂടാക്കാൻ വെച്ചു, കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി. പിന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഇന്ന് ചപ്പാത്തിയാണ് ട്ടാ. പിന്നെ രാവിലത്തെ ഫ്രസ്റ്റുക്കിനും ബർഗറും റെഡി ആക്കിയിട്ടുണ്ട്. രാവിലത്തെ പരിപാടിയൊക്കെ സെറ്റ് ആവണമെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കും. കൊണ്ടുപോകേണ്ട സാധനമൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുറത്തെടുക്കത്തെ തണുപ്പായതുകൊണ്ട് എല്ലാ സ്ഥലവും മൂടിയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ റെഡിയായി സെറ്റായി ഒരു 6 മണിയുടെ ബസ് പിടിക്കാൻ നിൽക്കണുണ്ടോ കാണുന്നത്. ഇതിലേക്ക് മുമ്പ് ഒരു ഫൈനൽ മേക്കപ്പ് ടച്ചപ്പിലാണ് സഞ്ജയ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ബസ് വന്നു കേട്ടോ. പിന്നെ ഈ ബസ് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. ജർമ്മനിയിൽ പല സ്ഥലത്തും മഞ്ഞൊക്കെ വീണെങ്കിലും ഇവിടെ മഞ്ഞ് പെയ്തിട്ടില്ല. എന്നുവെച്ചാൽ തണുപ്പിനൊരു കുറവുമില്ല. അങ്ങനെ ടണലിൽ കൂടെ ഷോർട്ട് കട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മൾ വേഗം എത്തൂട്ടോ. അങ്ങനെ നടത്തത്തിലൊടുക്കം നമ്മുടെ ബാൻ ഓഫ് എത്തിയിട്ട. ഇന്നധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടവന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനും എത്തി. പിന്നെ മെർസേബുർഗ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നടന്ന് നമ്മുടെ ബസ് കയറാൻ പോണ രംഗമാണ്. ഇതാണ് മെർസേബുർഗ് ബസ് സ്റ്റേഷൻ. തിരക്കുള്ള ടൈമില് ബസ്സുകാർ നമുക്ക് ബാക്കിലെ ഡോറും തുറന്നു തരും. അപ്പൊ നമുക്ക് ടിക്കറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ലോയിന ലീവിങ് സ്ട്രാസയിലെത്തി. ആണ് നമ്മുടെ ഷൂലെ, ആർബൈറ്റ് ഷൂലെ. സമയം ഒരു 7 മണിയായെങ്കിലും സൂര്യൻ സാറ് പ്രസന്റ് ആവാനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ. നമ്മുടെ വർക്ക് സ്കൂളിലെത്തി ഇന്നത്തെ പണി തുടങ്ങി. കണക്ഷനിലിട്ട് പണിയിലാണ് നമ്മുടെ ഇന്നത്തെ പണി. ഇടയ്ക്ക് പൗസ ഉണ്ടെങ്കിലും 9 മണിക്കാണ് നമ്മുടെ ഫസ്റ്റ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഫ്രൂയർ ഫയർ അവൻ്റ് ആണ്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിടും. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറാൻ കുറേ ടൈം ഉള്ളതുകൊണ്ട് ഉച്ചത്തെ ഭക്ഷണം ഞങ്ങൾ സ്കൂളിലിരുന്ന് തന്നെ കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ ചാറും. ഈ കൊല്ലത്തെ ആർബൈറ്റ് ഷൂലയിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. കൊല്ലം ഞങ്ങൾക്ക് ആർബൈറ്റ് ഷൂലേ ഉള്ളൂ. പോകുന്ന ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴാണ് അവിടെ നിന്നുള്ള ബസ് കുറച്ച് വൈകിയുള്ളൂ എന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പിൽ പോയി ബസ് പിടിക്കാമെന്ന് തീരുമാനിച്ചു. ബസ്സിൽ കയറിയാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഉറക്കം. ബാഡ്നൂറംബർഗ് എത്തി. അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നാലാണ് കേട്ടോ നമുക്ക് അടുത്ത ട്രെയിൻ കിട്ടുക. അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് ഞങ്ങളുടെ ഹോം ടൗൺ ആയ വൈസൻഫെൽസിലോട്ട് വിട്ടു. ഈ പ്രൈവറ്റ് ബസ്സിന്റെ ഫ്രണ്ടിലിരുന്ന് പോകുമ്പോൾ നമുക്കൊരു ഫീൽ ഇല്ല. ഇതുപോലത്തെ ഒരു ഫീലായിരുന്നു ഇവിടുത്തെ ട്രെയിനിന്റെ ഫ്രണ്ടിലിരുന്ന് പോയപ്പോ. ആളിൽ സോഫയൊക്കെ നിരത്തിയിട്ടാണ് പോലത്തെ സീറ്റുകളൊക്കെയാണ് ഇവിടുത്തെ ട്രെയിനിന്റെ ഫ്രണ്ടിലുള്ളത്.
നെൽക്കേക്കട നോക്കിയപ്പോ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടോ. നമ്മുടെ വൈസൻഫെൽസ് സ്റ്റോപ്പ് എത്താറായി നമുക്ക് മനസ്സിലാവും. 4 മാസം മുന്നേ ഞങ്ങൾ ഈ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുമ്പോ എന്താ എവിടെയാണെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും പരിചയമായിട്ടാ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോ ഉള്ള വ്യൂ ആണ് ഇട്ടത്. കാര്യം ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ റൂമെത്തെങ്കിലും 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബസ് ഉണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോണ കാഴ്ചയാണ്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പെന്നി. തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ആക്ഷനും ഉണ്ട്. ബസ് തന്നെ ടൈം ആകുമ്പോഴത്തേക്കും പെന്നി കയറി ചെറിയ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി കയറിയതാ. കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ പഴങ്ങൾ, പച്ചക്കറികൾ. പിന്നുള്ളൊരു സൈഡ് മൊത്തം ചോക്ലേറ്റ് ആണ്. ഒരു സൈഡിൽ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ചോക്ലേറ്റ്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ബസ് കയറി ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് എടേക്കയിലും കൂടി ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എടേക്കയിലോട്ടാണ്. അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടൂട്ടാ. ദൂരെ കാണുന്നതാണ് നമ്മുടെ എടേക്ക. ഞാൻ ഫോൺ പിടിച്ചോണ്ട് നടക്കാണ്ടപ്പോ ഒരു മദാമ ഒന്ന് ഹായ്. ഇവിടെ കയറി ആദ്യം തന്നെ മെഡിക്കൽ സ്റ്റോറിലാണ് പോയി. ഇതാണ് ഇവിടുത്തെ അപ്പത്തൊക്കെ. പിന്നെ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറി. ഏത്തപ്പഴം പോലെ ഇരിക്കെങ്കിലും ഇത് നമ്മുടെ ഏത്തപ്പഴത്തിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. റോബസ്റ്റും ഏത്തപ്പഴം കൂടി മിക്സ് ചെയ്ത് എന്തൊരു സാധനം. ക്രിസ്മസ് എത്തിയോണ്ട് തന്നെ ഇവിടെ നിറച്ച് ചോക്ലേറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് പപ്പായുടെ വേഷത്തിലുള്ള കുറെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഒരു സൈഡ് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വിട്ടു കേട്ടോ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. ഈ 2 ദിവസം സുഖമായിട്ട് ഇരുന്നിട്ട് തിങ്കളാഴ്ച എനിക്ക് കമ്പനി പോകാനുള്ള. ഓക്കെ, ചൂസ്.